അല്ലാഹു പറയുന്ന ഏറ്റവും വലിയ സുഖം, ഏറ്റവും വലിയ സൗഭാഗ്യം ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആര് നരകത്തിയെ തൊട്ട് അകറ്റപ്പെട്ടുവോ, വഉദ്ഖിലൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ, ഫഖദ് ഫാസ തീർച്ചയായും അവൻ വിജയിച്ചു കഴിഞ്ഞു. അതാണ് വിജയം. ഇസ്ലാമിന്റെ ഭാഷയിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടല, പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോകലാണ്. വല്ലസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലഘട്ടത്തെ തന്നെയാണ് സത്യം. സർവ്വ മനുഷ്യരും നഷ്ടത്തിലാണ്, പരാജയത്തിലാന്ന് പറഞ്ഞാൽ എല്ലാവരും നരകത്തിലാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി താഴെ പറയുന്ന 4 ഗുണങ്ങളുള്ളവർക്കേ സാധിക്കൂ എന്നാണ് അവിടെ അർത്ഥം. അതുപോലെ അല്ലാഹു വിജയം എന്ന് പറഞ്ഞാൽ അതാണ് സ്വർഗം കിട്ടലാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വദാലികൽ ഫൗസുൽ അളീം. സൂറത്തുൻ നിസായിലെ 13-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുക, വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ, യുദ്ഖിൽഹു അവനെ റബ്ബ് പ്രവേശിപ്പിക്കുന്നതാണ്, ജന്നാത്തിൻ സ്വർഗങ്ങളിൽ തോട്ടങ്ങളിൽ പ്രവേശിപ്പിക്കും, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങൾ, ഖാലിദീന ഫീഹാ അതിൽ അവർ ശാശ്വതവാസികളാകുന്ന നിലക്ക് പ്രവേശിപ്പിക്കപ്പെടും. അത് പറഞ്ഞിട്ട് എന്താ അല്ലാഹു പറഞ്ഞത്? വദാലികൽ ഫൗസുൽ അളീം, അതാണ് വമ്പിച്ച വിജയം, അതാണ് വമ്പിച്ച വിജയം. ആ വിജയത്തിന് അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശുപാർശ പരലോകത്ത് നടക്കുമെന്ന് ശുപാർശയെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, യജ്മഉല്ലാഹു തബാറക വ തആല അന്നാസ്, ജനങ്ങളൊക്കെ ഇങ്ങനെ റബ്ബ് ഒരുമിച്ച് കൂട്ടുകയാണ്. അങ്ങനെ വിശ്വാസികൾക്ക് സ്വർഗം വിധിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ഹത്താ തുസ്ലഫ ലഹുൽ ജന്ന, സ്വർഗം അവരുടെ അടുത്തെത്തി നിൽക്കുകയാണ്. പക്ഷേ ഓടിക്കേറി അങ്ങ് സ്വർഗത്തിലേക്ക് എത്താനൊക്കുമോ? സ്വർഗം വിധിക്കപ്പെട്ട മഹാന്മാരായ മുഅ്മിനീങ്ങൾ പോലും സ്വർഗം കാണുമ്പോഴേക്ക് സ്വർഗം കിട്ടിയല്ലോ, വിധിക്കപ്പെട്ടല്ലോ എന്ന നിലക്ക് അങ്ങ് പെട്ടെന്ന് കയറി ചെല്ലാൻ അർഹതയുണ്ടോ? അവര് ഓരോ പ്രവാചകന്മാരെയും സമീപിക്കുമെന്നും ആദം നബി അലൈഹിസ്സലാമിനെയും നൂഹ് നബി അലൈഹിസ്സലാമിനെയും ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും മൂസാ അലൈഹിസ്സലാമിനെയും ഈസാ അലൈഹിസ്സലാമിനെയും ഒക്കെ സമീപിക്കുമ്പോ ശഫാഅത്ത് വിശദീകരിച്ചിടത്ത് നമ്മൾ നന്നായി പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അവരൊക്കെയും ഓരോ കാരണങ്ങൾ പറഞ്ഞു വഴിഞ്ഞു മാറി അവസാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തെത്തുമ്പോൾ ഫയഖൂമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ശഫാഅത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടി റബ്ബിന്റെ നിർദ്ദേശപ്രകാരം അവിടുന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം തുറക്കാനുള്ള റെക്കമെൻഡ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച് അങ്ങനെ അതിലേക്ക് ആദ്യമായി പ്രവേശിപ്പിക്കപ്പെടുന്നത് മനുഷ്യരുടെ കൂട്ടത്തിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. മാത്രമല്ല, സ്വർഗത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് സിറാത്ത് പാലവും വിട്ടുകഴിഞ്ഞതിന്റെ ശേഷം സജ്ജനങ്ങളുടെ മനസ്സിൽ ഇനി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസികൾക്കിടയിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു പൊരുത്തപ്പെടിക്കാനുണ്ടെങ്കിൽ അതുകൂടെ ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്രത്യേകമായ സ്ഥലം അല്ലാഹു സ്വർഗ കവാടത്തിന് അരികിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഖ്ലുസുൽ മുഅ്മിനൂന മിനന്നാർ, വിശ്വാസികളൊക്കെ നരകത്തിൽ വീഴാതെ സിറാത്തിലൂടെ മുന്നോട്ട് കുതിച്ചെത്തി നിൽക്കുകയാണ്. സിറാത്തിലൂടെയുള്ള മുന്നേറ്റം നമ്മൾ പറഞ്ഞു. വിശ്വാസികൾ അതിശീഘ്രം കുതിച്ചു മുന്നോട്ട് വരുമ്പോ അവിശ്വാസികളും മുനാഫിക്കുകളും ഒക്കെ നരകാഗ്നിയിലേക്ക് ആപതിച്ച് വളരെ വിഷമം സഹിക്കുന്ന നേരത്ത് വിശ്വാസികൾ ആ നരകാഗ്നിയിലേക്ക് വീഴാതെ സിറാത്ത് പാലം മുറിച്ചു കടന്ന് രക്ഷപ്പെട്ട് അവിടെ എത്തിക്കഴിയുമ്പോ
ഫയുഹ്ബസൂന അലാ ഖന്തറത്തിൻ ബൈനൽ ജന്നതി വന്നാർ. ഇത് സിറാത്ത് പാലത്തിന്റെ തന്നെ ഒരു ഭാഗമാണോ, അതോ സ്പെഷ്യലായി മുഅ്മിനീങ്ങൾക്കിടയിലുള്ള ചില കണക്കുകൾ തീർക്കാനുള്ള മറ്റൊരു ഭാഗമാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലാഹു അഅലം. എന്തായാലും അതിനൊരു പ്രത്യേക ഏരിയ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. ഫയുഖ്തസ്സു ലിബഅദിഹിം മിൻ ബഅദിൽ മദാലിമ കാനത് ബൈനഹും ഫിദ്ദുനിയാ. ഐഹികമായ ജീവിതത്തിലെ അത്ര വലുതല്ലാത്ത നിസാരമായ ചില കാര്യങ്ങളെങ്കിലും ബാക്കി വെച്ചുകൊണ്ട് ഇനി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൂടാ. ആ നിലക്ക് ഏതെങ്കിലും മദാലിമുകൾ, ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഇനി പൊരുത്തപ്പെടിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടെയുള്ള ശുദ്ധീകരണം ആ സിറാത്ത് കടന്നു കഴിഞ്ഞ് സ്വർഗത്തിന്റെയും ഇടക്കുള്ള സ്ഥലത്ത് വെച്ച് അവര് ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഹത്താ ഇദാ ഹുദ്ദിബൂ വനുഖൂ. അങ്ങനെ അവരതാ സംസ്കരിക്കപ്പെടുകയാണ്. ശുദ്ധീകരിക്കപ്പെട്ടതിന്റെ ശേഷം അതിനലഹും ഫീ ദുഖൂലിൽ ജന്ന, സ്വർഗപ്രവേശനത്തിന് അവർക്ക് അനുവാദം കൊടുക്കുന്നു. ഒരു നിലക്കുമുള്ള പിടക്കങ്ങളോ ബാക്കി പൊരുത്തപ്പെടിക്കാനുള്ളതോ ഒന്നും മുഅ്മിനീങ്ങൾക്കിടയിൽ ബാക്കിയില്ലാത്ത നിലക്ക് ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക് കൂടി മുഅ്മിനീങ്ങൾ വിധേയരായിട്ടാണ് സ്വർഗത്തിലേക്ക് കടക്കുക. ആദ്യം സ്വർഗത്തിലേക്ക് കാലുകുത്തുന്നത് നാം ഉറച്ചു വിശ്വസിക്കുന്നു മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതുപോലെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു കൊടുത്തൊരു ആദരവാണ്. സ്വർഗത്തിലേക്ക് മറ്റു സമുദായങ്ങൾക്ക് മുമ്പേ ഒന്നാമതായി കടന്നു കയറുന്ന സമുദായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തായിരിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടുന്ന് പറഞ്ഞു, അന അവ്വലു മൻ യഖറഉ ബാബൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലിൽ ആദ്യമായി മുട്ടുന്നത് ഞാനായിരിക്കും. സ്വർഗത്തിന്റെ വാതിൽക്കൽ ചെന്നിട്ട് അത് മുട്ടാണ്, തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. മുസ്ലിമിന്റെ ഹദീസിൽ കാണാം ആതി ബാബൽ ജന്ന. ഈ ഹദീസും മുസ്ലിം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇനിയും കാണാം ആതി ബാബൽ ജന്ന, സ്വർഗത്തിന്റെ കവാടത്തിനരികിൽ ഞാൻ ചെന്നു നിൽക്കും. ഫാസ്തഫ്തിഹു, എന്നിട്ട് ഇങ്ങനെ ഞാൻ തുറക്കാൻ ആവശ്യപ്പെടും. ഫയഖൂലുൽ ഖാസിനു, സ്വർഗീയ കാവൽക്കാരനായ മലക്ക് ചോദിക്കും, മന്നന്ത, താങ്കൾ ആരെന്ന ചോദ്യത്തിന് ഫഅഖൂലു മുഹമ്മദ്, ഞാൻ പറയും മുഹമ്മദാണെന്ന് പറയുമ്പോ ഫയഖൂലു, ആ കാവൽക്കാരനായ മലക്ക് പറയും, ബിക ഉമിർതു, താങ്കളുടെ കാര്യം കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് അല്ലാ അഫ്തഹ ലിഅഹദിൻ ഖബ്ലക, താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും ഇന്നേ വരെ ഞാനത് തുറന്നു കൊടുത്തിട്ടില്ല, തുറന്നു കൊടുക്കാനും എനിക്ക് പാടില്ല. മുഹമ്മദ് വന്നാൽ തുറക്കാനാണ് എനിക്ക് ഓർഡർ ഉള്ളത്. സുബ്ഹാനല്ലാഹ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അത്യുന്നതമായ പദവി. മാത്രമല്ല ഈ സമുദായത്തിലെ മെമ്പർമാരായിരിക്കും കഴിഞ്ഞകാല സമുദായങ്ങളൊക്കെ മുൻകൂട്ടി വന്നവരാണെങ്കിലും സ്വർഗത്തിലേറുന്നത് ഈ സമുദായത്തിലെ ആളുകളായിരിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും കാണാം, നഹ്നുൽ ആഖിറൂനൽ അവ്വലൂന യൗമൽ ഖിയാമ. കണ്ടോ ഹദീസിലെ പദം നോക്കൂ, നഹ്നുൽ ആഖിറൂൻ, നമ്മളാണ് അവസാനം വന്ന സമുദായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ലോകത്ത് അവസാനം വന്ന സമുദായം ആരാണ്? അത് നമ്മളാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, എന്നാൽ അവ്വലൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് മഹ്ശറിലേക്ക് എത്തുന്നവര് നമ്മളാണ്. നമ്മളെ ഏറ്റവും അവസാന വന്നത്, പക്ഷെ ആദ്യം സ്വർഗത്തുനിന്ന് ആദ്യം ഈ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട മഹ്ശറിൽ എത്തുക നമ്മളാണ്. അതുകൊണ്ടും തീർന്നില്ല. നഹ്നു അവ്വലുന്നാസി ദുഖൂലാ, നഹ്നു അവ്വലുന്നാസി ദുഖൂലനിൽ ജന്ന, മനുഷ്യരുടെ കൂട്ടത്തിൽ ആദ്യമായി സ്വർഗത്തിലേറുന്ന വിഭാഗവും നമ്മളായിരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തായി എന്നതുകൊണ്ട് ഉമ്മത്ത് മുഹമ്മദായ നമുക്ക് അള്ളാഹു നൽകിയ വലിയ സൗഭാഗ്യമാണ്. ആദം നബി അലൈഹിസ്സലാമും നൂഹ് അലൈഹിസ്സലാമും ഇബ്രാഹിം അലൈഹിസ്സലാം മറ്റുള്ള പ്രവാചകന്മാരൊക്കെ എത്രയോ കാലം മുമ്പ് ഈ ഭൂമുഖത്ത് വന്നവരാ, നമ്മളെ എത്രയോ മുമ്പ് വഫാത്തായി പോയവരാണ്.
പക്ഷേ പരലോകത്ത് ആദ്യം എത്തുന്നതും വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്കുള്ള ആദ്യ പ്രവേശനവും ഒന്നാമത് കിട്ടുന്നത് മറ്റു പ്രവാചകന്മാർക്കല്ല, ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണെന്നതുപോലെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി അനുമതി നൽകപ്പെടുന്ന ഈ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തായിരിക്കും. അല്ലാഹു നമുക്കതിൽ ചേരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഈ ഉമ്മത്തിൽ നിന്ന് തന്നെയും ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കും എന്ന് ചില അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായി പറയാൻ നമ്മുടെ മുമ്പിൽ ആ വിഷയത്തിൽ സ്വഹീഹായ ഹദീസുകൾ ഇല്ല. റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾക്കൊക്കെ പണ്ഡിതന്മാർ ദുർബലത പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും മറ്റു പല കാരണങ്ങളാലും അതങ്ങനെ തന്നെ ആയിരിക്കാം എന്നിടത്താണ് പണ്ഡിതന്മാർ എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനുൽ ഇസ്ലാം സ്വർഗത്തിലേക്ക് ഈ ഉമ്മത്തിന് പ്രവേശിക്കാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡമായ ഹുദയായ സന്മാർഗമായ ഇസ്ലാം കൊണ്ടുവന്നപ്പോ ആദ്യം അതിലേക്ക് കുതിച്ച് മുന്നോട്ട് വന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കേറി കഴിഞ്ഞാൽ പിന്നീട് പ്രവാചകന്മാരൊക്കെ കഴിഞ്ഞ് ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം കിടക്കാൻ ഏറ്റവും യോഗ്യനും അർഹനും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സഹോദരന്മാരെ, അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന സംഘങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സംഘങ്ങളായിക്കൊണ്ടാണ്. ഇങ്ങനെ ഓരോ കൂട്ടം ആളുകളായിക്കൊണ്ടാണ് ഇതിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്. മഹാന്മാരായ ആളുകൾ ഇങ്ങനെ പ്രമുഖ വ്യക്തികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ പോവുകയാണ്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين وسيق الذين اتقوا ربهم തങ്ങളുടെ റബ്ബിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ച് നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് സൂക്ഷ്മതയോടെ ജീവിച്ച മുത്തഖീങ്ങൾ ആനയിക്കപ്പെടുന്ന നേരത്തിൽ ജന്നത്തി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. സുമറാ കൂട്ടം കൂട്ടമായി, സംഘങ്ങളായി. തായിദാ ജാഊഹാ അവരാ സ്വർഗ കവാടത്തിനരികിലെത്തി നിൽക്കുമ്പോഴേക്ക് വഫുതിഹത് അബ്വാബുഹാ ഉദ്ഘാടനം നേരത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതാ മുഅ്മിനീങ്ങൾ വരുമ്പോഴേക്ക് സ്വർഗത്തിന്റെ കവാടം അവർക്ക് വേണ്ടി ഇങ്ങനെ തുറക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്ന മുഅ്മിനീങ്ങളെ സ്വീകരിക്കാൻ സ്വർഗം. വഖാല ലഹും അന്നേരം അവരോട് അതിന്റെ കാവൽക്കാര് പറയും, സലാമുൻ അലൈക്കും, ശാന്തിയും സമാധാനത്തിന്റെ ആശംസകൾ അവരോട് നേരുകയാണ്. എന്തുകൊണ്ടാണ് സലാം പറയുന്നത്? ത്വയ്ബത്തും, നിങ്ങൾ വളരെ നല്ലത് ചെയ്തവരാണ്, നിങ്ങൾ വളരെ നല്ലവരായതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. വേറെ ആയത്തുകളിൽ കാണാം, സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ സബർ കാണിച്ചവരാണ്. ഇബാദത്തെടുക്കാൻ ഒരുപാട് നിങ്ങൾ സഹിച്ചു, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഒരുപാട് സഹിച്ചു. ജീവിതത്തിൽ പരീക്ഷണങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും വന്നപ്പോഴും നിങ്ങൾ ക്ഷമിച്ചു. അങ്ങനെ ക്ഷമയുടെ വിവിധ മേഖലകളിൽ നിങ്ങൾ വിജയം വരിച്ചു. അതുകൊണ്ട് ക്ഷമിച്ചവരെ, സഹിച്ചവരെ, നിങ്ങൾക്കതിനുള്ള പ്രതിഫലം എന്ന നിലയ്ക്ക് ഇതാ സ്വർഗം ആയതിനാൽ ഫദ്ഖുലൂഹാ ഖാലിദീൻ, ശാശ്വതരായ നിലയ്ക്ക് ഇതിലേക്ക് പ്രവേശിച്ചോളൂ. നിങ്ങൾ പ്രവർത്തനങ്ങൾ നന്നാക്കിയവരാണ്, നിങ്ങളുടെ വാക്കുകൾ നന്നാക്കിയവരാണ്, നിങ്ങളുടെ വിശ്വാസവും അഖീദയും നന്നാക്കിയവരാണ്, അങ്ങനെ നിങ്ങളുടെ മനസ്സുകളെ ശുദ്ധീകരിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിനർഹരാണ്. കടന്നോ, പ്രവേശിച്ചോ. ഫദ്ഖുലൂഹാ ഖാലിദീൻ എന്നിങ്ങനെ ഓരോ സംഘത്തോടും ഇങ്ങനെ പറയാണ്. അങ്ങനെ അതിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ സംഘം, കൂട്ടമായി അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന സംഘം, അവ്വലു സുംറ തലിജുൽ ജന്ന സൂറത്തുഹും അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ സംഘം, സൂറത്തുഹും അവരുടെ രൂപം അലാ സൂറത്തിൽ ഖമർ ലൈലത്തുൽ ബദർ
നിലാവുള്ള രാത്രിയിലെ പൂർണ്ണചന്ദ്രന്റെ മുഖം പോലിരിക്കും. പൂർണ്ണചന്ദ്രന്റെ പ്രകാശം പോലെ വളരെ ഭംഗിയാർന്ന പ്രകാശമുള്ള മുഖങ്ങളായിക്കൊണ്ടാണ് ആദ്യ സംഘം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ആ സംഘങ്ങളിൽ എത്രയുണ്ടാകും? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹിസാബൊന്നും കൂടാതെ തന്നെയാണ് കേറുന്ന ഒരുപാട് ആളുകളുണ്ട്. ലയദ്ഖുലന്നൽ ജന്നത മിൻ ഉമ്മതി 70000 ഔ 700,000. കേട്ടോ, വ്യത്യസ്ത റിപ്പോർട്ടുകളാണ്. എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും 70,000. 70,000 ഔ 700,000, 700,000. 70,000-ഉം 700,000-ഉം രണ്ട് കണക്കും പറഞ്ഞു. ലാ യദ്ഖുലു അവ്വലുഹും ഹത്താ യദ്ഖുല ആഖിറഹും. അവരിലെ ആദ്യത്തെ ആള് പ്രവേശിക്കൂല, അവസാനത്തെ ആള് പ്രവേശിക്കുന്നത് വരെ കൂട്ടമായിട്ട് ഒന്നിച്ചൊരു കയറ്റമാണ്. ഒന്നിച്ചൊരു കയറ്റമാണ്. ഉജൂഹുഹും അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദർ. പൂർണ്ണ ചന്ദ്രൻ വെട്ടിത്തിളങ്ങുന്ന രാത്രിയിലെ ആ ചന്ദ്രന്റെ പ്രകാശത്തിന് സമാനമായ ആ രൂപങ്ങളിലാണ് അവരുടെ മുഖങ്ങളുള്ളത്. അപ്പൊ 70,000 പിന്നെ 7,00,000 പറഞ്ഞിട്ടും തീർന്നിട്ടില്ല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇനിയും വർധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് എരന്നു വാങ്ങിയിട്ടുണ്ട്. ഈ ഉമ്മത്തിനോടുള്ള അവിടുത്തെ അധമ്യമായ സ്നേഹം, ഈ ഉമ്മത്തിനോടുള്ള കാരുണ്യം. എന്റെ സമുദായത്തിൽ നിന്ന് 70,000 യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ. വിചാരണ കൂടാതെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ഉജൂഹും കൽ ഖമരി ലൈലത്തുൽ ബദ്രി. നേരത്തെ പറഞ്ഞതുപോലെയുള്ള പൂർണ്ണചന്ദ്രന്റെ ആ പ്രകാശമുള്ള മുഖത്തോടുകൂടി ഖുലൂബുഹും അലാ ഖൽബി റജുലിൻ വാഹിദിൻ. ഒരൊറ്റ മനുഷ്യന്റെ ഹൃദയം പോലെ. അവർക്കിടയിൽ ഭിന്നതകളില്ല, ഒരേ മനസ്സുള്ളവരാണ് അവർ മുഴുവനും. അത് എനിക്കെന്റെ റബ്ബ് തന്നപ്പോ ഫസ്തസത്തു റബ്ബി അസ്സ വജല്ല, എന്റെ റബ്ബിനോട് ഞാൻ വർദ്ധനവ് ആവശ്യപ്പെട്ടു. പഠിച്ചോൻ എന്റെ ഉമ്മത്തുനിന്ന് കുറച്ചും കൂടി ആളുകളെ അതിൽ കൂട്ടണം, കുറച്ചും കൂടി ആളുകളെ അങ്ങനെ പ്രവേശിപ്പിക്കണമെന്ന് ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഫസാദനി, അപ്പോൾ എനിക്ക് എന്റെ റബ്ബ് വർദ്ധനവ് അറിയിച്ചു തന്നു. മഅ കുല്ലി വാഹിദിൻ 70,000. ഓരോരുത്തരുടെയും കൂടെ 70,000 വേറെയും. 70,000-ത്തിന്റെ കൂടെ ഓരോരുത്തരുടെ കൂടെ 70,000. കൗണ്ട് ചെയ്യാൻ നമുക്ക് കഴിയോ? തീർന്നില്ല. വഅദനി റബ്ബി, എന്റെ റബ്ബ് എന്നോട് കരാറ് പറഞ്ഞിട്ടുണ്ട്. അതേ സ്വർഗത്തിൽ എന്റെ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകൾ വിചാരണയും ശിക്ഷയും ഒന്നും കൂടാതെ സ്വർഗത്തിലെത്തുമെന്ന്. മഅ കുല്ലി അൽഫിൻ, ഓരോ അൽഫിന്റെ കൂടെയും 70,000, 70,000. അങ്ങനെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ട് ബാക്കി കേട്ടോ, വസലാസ ഹസയാത്തിൻ മിൻ ഹസയാത്തി റബ്ബി. പിന്നെ എന്റെ റബ്ബ് ഒരു 3 കോരലും നൽകിയിട്ടുണ്ട്. ഒരു 3 കോരല്, ഒരു 3 വാരിടലും കൂടെ ഉണ്ട് ഈ വിഭാഗത്തില്. അതാർക്കാ കൗണ്ട് ചെയ്യാൻ കഴിയുക? അതാർക്കാ കണക്കാക്കാൻ കഴിയുക? അപ്പൊ ഇതൊക്കെ ഒന്ന് കണക്ക് കൂട്ടിയാലും നമുക്ക് കണക്ക് കൂട്ടാനാവാത്തത്ര എണ്ണം ധാരാളം ആളുകളെ അള്ളാഹു അങ്ങനെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് വിശ്വാസികളുടെ മനസ്സിലൊരു പ്രതീക്ഷക്ക് വകയാണ്. അതുകൊണ്ട് റബ്ബിനോട് തേടുമ്പോ തേടാം, അല്ലാഹുവേ അവരിൽ എന്നെയും ഉൾപ്പെടുത്തണേ. കാരണം ഒന്നാമത് കയറുന്ന 70,000-ന്റെ പവർ ഏതായാലും പിൽക്കാലത്ത് ആർക്കും ഇല്ല. കാരണം ആ 70,000-ൽ എന്നെ കൂടി ഉൾപ്പെടുത്തൂ എന്ന് മറ്റൊരു സഹാബി എഴുന്നേറ്റ് എന്ന് പറഞ്ഞപ്പോ ഉക്കാശ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോ പറഞ്ഞു, അൻത മിൻഹും, നീ അതിൽ പെടും എന്ന് പറഞ്ഞു. അപ്പൊ വേറൊരു സഹാബി നീറ്റ് എന്നാ ഇനി അതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? സബഖക ഉക്കാശ, ഉക്കാശ കൊണ്ടുപോയി ആ ചാൻസ്. അപ്പൊ അതിലിനി ചാൻസ് ഇല്ല. പക്ഷെ അവരുടെ കൂടെ പ്രത്യേകമായി അള്ളാഹു പിന്നെയും കയറ്റുന്ന കുറെ ലക്ഷങ്ങളുണ്ട്. അതുകൊണ്ട് റബ്ബ് അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ്. ആ നിലക്കായിരിക്കാം അല്ലാഹു തആല പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന വസ്സാബിഖൂനസ് സാബിഖൂൻ ഉലൈകൽ മുഖറബൂന ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ.
സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു സ്വർഗ്ഗത്തിലേറുന്ന വിഭാഗങ്ങളെ പറ്റി പറയുമ്പോൾ ആദ്യം പറയുന്നുണ്ട് വസ്സാബിഖൂന സാബിഖൂൻ, വളരെ ധൃതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അത് ഈ വിചാരണ കൂടാതെ പോകുന്ന ആളുകളായിരിക്കാം. മുഫസ്സിരീങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉലൈക്കൽ മുഖറബൂന, അവരാണ് റബ്ബിലേക്ക് വലിയ അടുപ്പം കിട്ടിയിട്ടുള്ള വലിയ മഹാന്മാര്, അവരാണ് ഫീ ജന്നാത്തിൻ നഈം, സൗഭാഗ്യത്തിന്റെ തോട്ടങ്ങളിലാണ് അവരുള്ളത്. അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ റബ്ബ് പറഞ്ഞതാണ് വിഷയം മനസ്സിലാക്കേണ്ടത്. സുല്ലത്തും മിനൽ അവ്വലീൻ, ആദ്യകാലക്കാരിൽ നിന്ന് നല്ലൊരു സംഘം അതിലുണ്ട്. അതേ അവസരത്തിൽ വഖലീലും മിനൽ ആഖിരീൻ, അവരുടെ പോലെയുള്ള ആളുകൾ പിൽക്കാലക്കാരിൽ വളരെ തുച്ഛം തന്നെ. മുൻഗാമികളിൽ അവർ വളരെ കൂടുതലുണ്ട്, പിൻഗാമികളിൽ അവർ വളരെ തുച്ഛമാകുന്നു. സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. അതേ അവസരത്തിൽ വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ, സ്വർഗ്ഗത്തിൽ തന്നെ പ്രവേശിപ്പിക്കപ്പെടുന്ന നല്ലവരായ ഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞെടുത്ത് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. മുൻഗാമികളിൽ നിന്നും നല്ലൊരു സംഘമുണ്ട്, പിൻഗാമികളിൽ നിന്നും നല്ലൊരു സംഘമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സാബിഖീങ്ങളായിരിക്കാം ഈ പറഞ്ഞ വിചാരണ കൂടാതെ മുന്നേറുന്നവർ എന്ന് പലരും അഭിപ്രായപ്പെട്ട് കാണാം. അല്ലാഹു അഅലം. എന്തായാലും അല്ലാഹു അവന്റെ ജന്നാത്തിലേക്ക് ഇടം നൽകുന്ന സാധുക്കളിൽ, ഭാഗ്യവാന്മാരിൽ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യം ചാൻസ് കിട്ടുന്നത് ആദ്യം വിചാരണ കഴിഞ്ഞ് വിചാരണ എളുപ്പമാക്കപ്പെടുന്ന ആളുകൾക്കാണെന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. ഹിസാബ് പറഞ്ഞെടുത്ത് അതിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന വിഭാഗമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സമ്പന്നന്മാരെക്കാൾ എന്റെ സമുദായത്തിലെ ദരിദ്രന്മാരാണ് സ്വർഗത്തിലേക്ക് മുന്നേറുന്നത്. സമ്പന്നന്മാർക്ക് ഒരുപാട് കണക്ക് പറയാനുണ്ടാകും, നമ്മൾ വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ടതാണ്. അവിടെ ഒന്ന് പറയുന്നു, ഇന്ന ഫഖറാഅൽ മുഹാജിരീൻ യസ്ബിഖൂനൽ അഗ്നിയാ യൗമൽ ഖിയാമത്തി ഇലൽ ജന്നത്തി ബി40 ഖരീഫാ. മുഹാജിരീങ്ങളിലെ ദരിദ്രന്മാര് അടിവരയിട്ട് മനസ്സിലാക്കണം. ഈ സമുദായത്തിലെ, നമ്മുടെ ഇക്കാലഘട്ടത്തിലെ ജനങ്ങളിലെ ദരിദ്രന്മാരെന്നല്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാമായിരുന്നു, സമാധാനിക്കാമായിരുന്നു. പക്ഷേ മുഹാജിറുകളെ തന്നെ റബ്ബിന്റെ റസൂല് വേർതിരിച്ചു പറയാണ്. മുഹാജിറുകളും അല്ലാത്തവരും എന്നല്ല കേട്ടോ. മുഹാജിറുകള് അല്ലാഹു റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞ ആ മഹാന്മാർക്കിടയിൽ പോലും റബ്ബദാ വിവേചനം കൽപ്പിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, ഇന്ന ഫഖറാൽ മുഹാജിരീന, ഹിജറ വന്ന മുഹാജിരീങ്ങളുടെ കൂട്ടത്തിലെ പാവപ്പെട്ടവർ, അക്ഷരാർത്ഥത്തിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മദീനത്തെ പള്ളിയുടെ ഒരു ചെരുവിൽ അതേ വെള്ളം മാത്രം കുടിച്ച് അല്പമാത്രം കാരക്ക മാത്രം ഭക്ഷിച്ച് പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്ന ഏതെങ്കിലും സഹാബി വിളിച്ച് ക്ഷണിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രം അല്പമെങ്കിലും വയറ്റിലേക്ക് ഭക്ഷണം കിട്ടിയിരുന്ന ആ മുഹാജിരീങ്ങളായ ആളുകൾ, ഇന്ന ഫഖറാൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിലെ പാവങ്ങൾ യസ്ബിഖൂനൽ അഗ്നിയാ യൗമൽ ഖിയാമാ, ഖിയാമത്ത് നാളിൽ സമ്പന്നരേക്കാൾ അവര് സ്വർഗത്തിലേക്ക് മുന്നേറും എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ സമ്പന്നര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സമ്പന്നനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സമ്പന്നനാണ്. അവരൊക്കെയും മുഹാജിരീങ്ങളാണ്. സഹോദരന്മാരെ, സ്വർഗമുണ്ടെന്ന് സവിശേഷം അറിയിക്കപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നാട്ടിലുണ്ടായിരുന്ന യഹൂദി, മദീനയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെള്ളത്തിന്റെ ഉടമയായിരുന്ന ജൂതൻ, അവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് കുടിക്കാൻ ഒരു നല്ല രൂപത്തിലുള്ള വെള്ളമില്ലാതെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ അതേ മദീനയിൽ ശുദ്ധമായ തെളിനീര് കെട്ടി നിൽപ്പുള്ള വലിയ രൂപത്തിലുള്ള
നല്ല രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരെ കിണർ യഹൂദിയുടെ വളപ്പിലാണ്, അയാളുടെ തോട്ടത്തിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ കിണർ നോട്ടം വെക്കുകയാണ്. ആ കിണറിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ വലിയ വിലയാണ് യഹൂദി പറഞ്ഞിരുന്നത്. ആ നേരത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, മുസ്ലിമീങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഈ കിണർ അത് ധർമ്മം കൊടുത്ത് അതല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിയിട്ട് ഈ സമുദായത്തിന് വഖഫ് ചെയ്യാൻ ഈ ഉമ്മത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഞാൻ അവന് സ്വർഗം ഓഫർ പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റബ്ബിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലല്ലേ അവിടുന്ന് ഓഫർ പറയൂ. ആരെയും കൊതിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയൂലല്ലോ, മോഹിക്കുന്ന വാക്ക് പറയൂലല്ലോ. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അമ്പിച്ച ദീനാറുകൾ മുടക്കിക്കൊണ്ട് പറയുകയാണ്, നബിയേ, ആ കിണർ ഞാനിതാ വില കൊടുത്ത് വാങ്ങി മുസ്ലിമീങ്ങൾക്ക് സംഭാവന ചെയ്യുന്നു. റൂമാ കിണർ കുഴിച്ച മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സമ്പന്നനായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സമ്പന്നനായിരുന്നു. അങ്ങനെയുള്ള സമ്പന്നരടങ്ങുന്ന മുഹാജിറുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കോളം തിരിച്ചിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള മഹാന്മാരടങ്ങുന്ന ആളുകളെയാണ് കോളം തിരിച്ചു പറഞ്ഞത്. അവരിലെ ദരിദ്രന്മാർ, അവരിലെ ദരിദ്രന്മാർ. നമ്മൾ വിചാരിക്കേണ്ട വലിയ തോന്നിയാസം കാണിച്ച പണക്കാരെയാണ് പറയുന്നത്. അതിനാ ഞാനത് പറയുന്നത്. പണം കിട്ടിയിട്ട് പണം കൊണ്ട് വലിയ തോന്നിയാസം കാണിച്ചവരെ കുറിച്ചായിരിക്കും ആ പറയുന്നത്. അല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലാഹു കൊടുത്ത ഓരോ ദീനാറും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച സമ്പന്നനാണ്. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു. വലിയൊരു തോട്ടത്തിന്റെ ഉടമയായിരുന്നു. മദീനത്തെ പള്ളിയുടെ മുന്നിൽ നിസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും കാറ്റുകൊള്ളാനും ഒരിത്തിരി നല്ല ശുദ്ധജലം കുടിക്കാനും അതിലെ പഴങ്ങൾ ഭക്ഷിക്കാനും ഒക്കെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ തോട്ടത്തിൽ കയറാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരിക്കൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെലവഴിക്കവോളം നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല, നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ലെന്ന് കേട്ടപ്പോ റൗഹാ തോട്ടം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നബിയെ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാനിത് സംഭാവന ചെയ്യാണ്. ആ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ സമ്പന്നര. അങ്ങനത്തെ സമ്പന്നര് എത്രയാളുള്ളതെന്ന് ചോദിച്ചാൽ മുഴുവൻ തരാൻ സന്നദ്ധരാണെന്ന് പറഞ്ഞ സമ്പന്നര് തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള ഓഫർ കിട്ടിയപ്പോ തബൂക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് ചെലവഴിക്കൂ എന്ന് പറഞ്ഞപ്പോ ഉള്ളത് മുഴുവൻ കൊടുക്കാൻ സന്നദ്ധരായ സമ്പന്നര്. ആ സമ്പന്നരടങ്ങുന്ന മുഹാജിറുകളെ പോലും അള്ളാഹുവിന്റെ റസൂല് കോളം തിരിച്ചു പറഞ്ഞു എന്നാ ഞാൻ പറയുന്നത്. അവരുടെ കൂട്ടത്തിലെ പാവങ്ങൾ. അപ്പൊ ഈ പണം കൊണ്ട് ദൂർത്തടിച്ച് ആ പണം ഉപയോഗപ്പെടുത്തി ഹറാമ് ചെയ്ത് ഹറാമിലൂടെ പണം വാരിക്കൂട്ടി ഹറാമിലേക്ക് ചെലവഴിച്ച സമ്പന്നൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും സ്വർഗത്തിലെത്താൻ? കിട്ടിയ സമ്പത്തിന്റെ ഓരോ അംശങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് മാത്രം വിനിയോഗിച്ച സമ്പന്നരോട് പോലും നബി തങ്ങൾ പറഞ്ഞത്, കുറച്ചു കാലം നിങ്ങൾ കാത്തു നിൽക്കേണ്ടി വരും, നിങ്ങളുടെ കൂട്ടത്തിലെ പാവങ്ങളാണ് കയറിയിട്ടേ നിങ്ങൾക്ക് കയറാൻ പറ്റൂന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എത്ര വലിയ സമ്പന്നരാണ്. എത്ര കണക്ക് പറയേണ്ടി വരും, എത്ര കാലം വേണ്ടി വരുമെന്ന് കയറാൻ. അല്ലാഹുവിനോട് എപ്പോഴും തേടിക്കൊണ്ടിരിക്കുക.